ഈ വീടിൻ്റെ വിളക്ക് ഞാനാണെങ്കിലും ഈ വീട്ടിൽ ധാരാളം വിളക്കുകളുള്ളതുകൊണ്ട് ഒറ്റയടിക്ക് കുപ്പിയിൽ വന്ന ഭൂതം പോലെ ഇതിനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. ഇത് ഈ കിൾവിളക്ക് നോക്കിയേ, ഇത് വാങ്ങിയ കാലത്ത് ഇതൊന്ന് വൃത്തിയാക്കാൻ കിട്ടണമെന്ന് എനിക്ക് കൊതിയായിരുന്നു. ബുദ്ധിയില്ലാത്ത പരുവത്തിൽ ദൈവമേ എനിക്കിതൊന്ന് തേക്കാൻ കിട്ടണമെന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ എന്നറിയില്ല. എന്തായാലും ചാലയിലെ MRTയിൽ നിന്നും വിളക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന കഥ പുട്ടിന് പീര പോലെ അച്ഛൻ ഇടയ്ക്കിടെ പറയുമെങ്കിലും ഇതിനെ വൃത്തിയാക്കാനുള്ള പണി നിലവിൽ എൻ്റെ മാത്രം തലയിലാണ്. പണ്ട് കാലത്ത് ഈ വീടുകളിൽ പാല് കാച്ചിന് പോകുമ്പോൾ മെയിനായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഐറ്റം ആയിരുന്നു നിലവിളക്കെന്ന് പറയുന്നത്. ആ വഴിയിലും ഈ വീട്ടിലൊരു 3-4 നിലവിളക്കുകൾ കയറി കൂടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ചില്ലറ എണ്ണിക്കൊടുത്ത് എനിക്കുള്ള പണികളായിട്ട് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നതിനാലും ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചധികം ഉണ്ടായിരുന്നതിനാലും അതിലുപരി സമയമില്ലാത്തിരുന്നാലും മാസങ്ങളായിട്ട് ഈ വിളക്കിനെ എനിക്കൊന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഹോളിൽ നിന്നെടുത്ത് ഇതിനെ അങ്ങ് അടുക്കളയിൽ സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു കുറച്ച് നാൾ. നല്ല വിഷമം ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ഇന്ന് ഞാൻ ലീവ് എടുത്ത് നിന്ന സമയത്ത് ഇതിനെ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒരു പെരുമ്പാമ്പ് ഇരവിഴുങ്ങിയ ഒരു ലുക്കിൽ ഞാനിങ്ങനെ കിടന്ന സമയത്ത് ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരമ്മച്ചിരുന്ന് വിളക്ക് വൃത്തിയാക്കുന്നുണ്ട്. അതും വളരെ ഈസി ആയിട്ട് നാരങ്ങ നീരും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കി തേക്കുന്നു. കണ്ട മാത്രയിൽ ഞാനും അതുണ്ടാക്കി തേച്ചു. ദോഷം പറയത്തില്ലല്ലോ, വളരെ പെട്ടെന്ന് വിളക്ക് ക്ലീനായി. പക്ഷേ കഴുകി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. വിളക്ക് മുഴുവൻ ചെമ്പ് നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കുത്തുകൾ. വിളക്കിൻ്റെ ഭംഗിയും പോയി തിളക്കവും പോയി, ആകെപ്പാടെ പണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്നാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് വിളക്ക് തേക്കുന്ന സബീനയോ അല്ലെങ്കിൽ അമ്മാതിരിയുള്ള ഐറ്റംസ് ഒന്നുമില്ലായിരുന്നു. ബ്രാസം പോലും ഒരു തുള്ളി എടുക്കാനില്ലായിരുന്നു. പിന്നെന്ത് ചെയ്യാനാണ്, വിളക്കിനെ അങ്ങോട്ട് തിരിച്ചും മറിച്ചു വിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനുണ്ടല്ലോ നമ്മുടെ വിമ്മില്ലേ, വിം ലിക്വിഡ് എടുത്തിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കൈക്ക് നല്ല പണിയായിരുന്നു. പക്ഷേ കഴുകി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നല്ല കുട്ടപ്പന്മാരായി. ഇത് കുറച്ച് ദിവസം മുന്നേ കഴുകി വെച്ചതാണ്. ഈ കിൾവിളക്ക് മാത്രമാണ് ഇന്ന് കഴുകിയത്. അപ്പോഴേക്കും കൈയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായതുകൊണ്ട് അരമണിക്കൂർ തീരേണ്ട പണിക്ക് ഞാൻ ഏതാണ്ട് 2 മണിക്കൂറോളം എടുക്കേണ്ടി വന്നു. എന്തായിരുന്നാലും ഫേസ്ബുക്ക് റീൽസും കണ്ടുകൊണ്ട് ഇതുപോലുള്ള സാഹസത്തിന് ഇനി ഒരിക്കലും ഞാൻ മുതിരില്ല. സാധാരണ വിളക്ക് തേക്കുന്നതിൻ്റെ 7 ഇരട്ടി എഫർട്ടും സമയനഷ്ടവും ആരോഗ്യനഷ്ടവും എല്ലാം ആ ഒറ്റ റീല് കാരണം എനിക്കുണ്ടായി. പക്ഷെ സാരമില്ല, വല്ലഭന് പുല്ലും ആയതുമെന്ന് പറഞ്ഞാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന വിം ലിക്വിഡും ഒരു സാധാരണ സ്ക്രബ്ബറും വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഞാനിന്നത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ എഫർട്ട് എടുക്കാൻ നിന്നില്ല. ഒരുവിധം ക്ലീനാക്കി. ഭംഗിയില്ല.